നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഈ വാഹനത്തിലൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ശരിയാണ്, ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിൽ ക്ലസ്റ്റർ മീറ്ററിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കംപ്ലയിൻസിനും ക്ലസ്റ്റർ മീറ്ററിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കുമോ? ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ കാണിക്കില്ല. കാരണം സെലക്റ്റഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ ലൈറ്റ് കാണിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വാഹനം ഒന്ന് ഓവർ ഹീറ്റ് ആകുകയാണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. റേഡിയേറ്ററിൻ്റെ ഇഷ്യൂ കൊണ്ടുവരാം, തെർമോസ്റ്റാറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, റേഡിയേറ്റർ ഫാനിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം, വാട്ടർ പമ്പിന് പ്രശ്നം ഉണ്ടെങ്കിൽ വരാം, സർക്കുലേഷൻ്റെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഓവർ ഹീറ്റ് ലൈറ്റ് കാണിക്കാം. ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ് നമുക്കറിയാം റെഡ് കളർ ലൈറ്റാണ്. അതായത് നമുക്ക് 3 ടൈപ്പ് ലൈറ്റ്സ് ആണ് മെയിനായിട്ട് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്ന. ഒന്ന് റെഡ് കളർ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, നമ്മൾ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ പാടില്ല, സൈഡിൽ ഒതുക്കി നിർത്തണം എന്നാണ് പറയുന്നത്, ഓഫ് ചെയ്ത് നിർത്തണം എന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്ന യെല്ലോ കളർ അല്ലെങ്കിൽ അഥവാ ഓറഞ്ച് കളർ നമ്മൾ അറിയുന്ന ഒരു ലൈറ്റ്. ആ ഒരു ലൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മേജർ അല്ല, പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മളത് കാണിച്ച് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമെന്നാണ് ആ ഒരു ലൈറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രീൻ ഓർ വൈറ്റ് ഒക്കെ വരുന്ന നോർമൽ ഇൻഡിക്കേഷൻ ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ലൈറ്റ് ഓൺ ആണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഈ ലൈറ്റിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്ന ഈ പറയുന്ന 2 ലൈറ്റുകളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട. ഒന്ന് റെഡ് കളർ ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളർ ലൈറ്റ്. യെല്ലോ ആണെങ്കിൽ ഓടിക്കാം, കുഴപ്പമില്ല, നിയറസ്റ്റ് വർക്ക്ഷോപ്പ് വരെ ഓടിച്ച് കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓടിക്കാവുള്ളൂ. റെഡ് ലൈറ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ഓടിക്കില്ല, സൈഡിൽ ഒതുക്കി നിർത്തുക. അപ്പം ലൈറ്റിൻ്റെ കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കംപ്ലയിൻസും ലൈറ്റ് കാണിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാ കംപ്ലയിൻസും ലൈറ്റ് കാണിക്കുന്നില്ല. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ റിലേറ്റഡായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നു, ലൈറ്റ് കാണിക്കുമോ? നമ്മുടെ വാഹനത്തിൽ ഒരു ബൾബ് കത്തുന്നില്ല, വാർണിംഗ് ലൈറ്റ് കാണിക്കുമോ? ഇല്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ വാഹനത്തിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ സസ്പെൻഷൻ ഒരു സൗണ്ട് വന്നു, അല്ലെങ്കിൽ ഒരു ബെയറിംഗ് കംപ്ലയിൻറ്റ് വന്നു, നമ്മുടെ വാഹനത്തിൻ്റെ ടയറിനൊരു മൂളിച്ച വരുന്നുണ്ട്, അതിപ്പോൾ ബെയറിംഗ് കംപ്ലയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടയറിന് പ്രഷർ കുറവുണ്ട്. ഇപ്പം പ്രഷർ കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം TPMS ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല ടോപ്പ് ആൻഡ് വേരിയൻറ്റ് വാഹനങ്ങളിലെല്ലാം ടയർ പ്രഷർ കുറവാണെങ്കിൽ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അതും അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ബെയറിംഗ്, സസ്പെൻഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാർണിംഗ് ലൈറ്റ് കാണിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് വാർണിംഗ് ലൈറ്റ് കാണിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു കാരണവശാലും അങ്ങനെ കാണിക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും അബ്നോർമലായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിക്കൊണ്ടും വേറെ കംപ്ലയിൻറ്റ്സ് ഇല്ലെന്നുള്ളൊരു കാര്യം, ആ കാര്യം നിങ്ങൾ മറക്കല്ല. ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്തോണം.